ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കുന്ന ഒരു നൈറ്റ് ക്രീം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വലിയ ചിലവൊന്നും ഇല്ലാണ്ട് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 ഉരുളക്കിഴങ്ങാണ്. ഞാൻ 2 എടുത്തത് മീഡിയം സൈസ് ആയതുകൊണ്ടാണ്. ഇനി നിങ്ങളുടെ അടുത്ത് വലിയതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മതിയാവും. അത് തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെയുള്ള സ്ക്രാപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രാപ്പറിൽ ഇതേപോലെ ഒന്ന് സ്ക്രാപ്പ് ചെയ്തെടുക്കുക. ഇനി നിങ്ങളുടെ അടുത്ത് സ്ക്രാപ്പർ ഇല്ല എന്നാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. പക്ഷെ അടിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ചേർക്കരുത്. മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുന്ന സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ നീരാണ് പിഴിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ആ നീര് അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റായിട്ട് കിട്ടില്ല. നീര് പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചിരകിയെടുക്കുക തന്നെ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലെ പെർഫെക്റ്റായിട്ട് നീര് കിട്ടും കേട്ടോ. അപ്പോൾ ഇല്ലാത്തവർ അങ്ങനെ ചെയ്താൽ മതി. വലിയതുണ്ടെന്നുണ്ടെങ്കിൽ 2 എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വലിയതുണ്ടെന്നുണ്ടെങ്കിൽ ആ വലിയ മാത്രം എടുത്താൽ മതി. ഞാൻ ഈ ഒരു സൈസ് ആയതുകൊണ്ടാണ് 2 ചിരകി എടുക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള അത്രയും നീര് കിട്ടും. ഇതിൻ്റെ നീരല്ല ആവശ്യമായിട്ടുള്ളത്, ഇതിൻ്റെ എന്താ ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് അത്രയും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്രയും അളവിൽ നമ്മൾ എടുത്തേ പറ്റൂ. അതിനാണ് ഇത്ര എടുത്തത്. പിന്നെ ഇത് പുഴുങ്ങിയിട്ടാണ് എടുക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ഇത് പുഴുങ്ങിയതൊന്നല്ല, തൊലി കളഞ്ഞ് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തത് ആണ്. പുഴുങ്ങാത്തതാണ് വേണ്ടത്. എന്നാൽ മാത്രമേ ഇതിൻ്റെ സ്റ്റാർച്ച് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഞാൻ സ്ക്രാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ കൈ വെച്ച് ഇതേപോലെ പ്രസ് ചെയ്യുമ്പം തന്നെ കണ്ടോ നല്ല രീതിക്ക് തന്നെ നീര് കിട്ടുന്നത്. ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്തെടുത്താലുള്ള ഗുണം ഇതാണ്. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം തന്നെ നമുക്ക് നല്ല രീതിക്ക് ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേ സ്ഥാനത്ത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിക്കുക എന്നാണെങ്കിൽ നമ്മൾ അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കുന്ന സമയത്ത് ഇത്രയും പെർഫെക്റ്റായിട്ട് അത്ര നീര് കിട്ടില്ല. അപ്പോൾ ഇത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നീര് ഒരു 10 മിനിറ്റ് നമ്മൾ അനക്കാണ്ട് മാറ്റി വെക്കണം കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റാർച്ച് എടുത്തിട്ട് വെള്ളം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതൊരു 10 മിനിറ്റ് ഇതിങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം കണ്ടോ അതിൻ്റെ അടിയിലൊരു വൈറ്റ് ഒരു പൗഡർ പോലെ വന്നത്, അത് എന്ന് പറയുന്നത് ഈ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ചാണ്. ഈ സ്റ്റാർച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ക്രീം തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ഒരു കട്ടിയുള്ളൊരു പൗഡർ പോലെയാണ് അത് ഉണ്ടാകുക. അപ്പോൾ അത് കിട്ടണമെങ്കിൽ നമ്മൾ അത്യാവശ്യം കുറച്ച് ഉരുളക്കിഴങ്ങ് എടുക്കണം. എന്നാൽ മാത്രമേ അത് ആവശ്യത്തിനുള്ളത് കിട്ടൂ. അപ്പോൾ ഞാൻ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ സ്റ്റാർച്ചിലേക്ക് ഞാൻ ആൽമണ്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം ആൽമണ്ട് ഓയിലും 1 ടേബിൾ സ്പൂണോളം ഗ്ലിസറിനും അതേപോലെ തന്നെ 1 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളുമാണ് ആദ്യം തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്ത വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആയാലും ഗ്ലിസറിൻ ആയാലും എല്ലാം എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ഭയങ്കര ചീപ്പ് റേറ്റാണ്. പക്ഷേ ആൽമണ്ട് ഓയിലിന് കുറച്ച് റേറ്റ് ഉണ്ട്. പക്ഷേ ഈ മുഖക്കുരു എല്ലാം ഉള്ളവരാണ്, ഓയിലി സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആൽമണ്ട് ഓയിലാണ്. ആൽമണ്ട് ഓയിലിന് പകരം നിങ്ങൾക്ക് ഒലീവ് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഓയിലി സ്കിന്നുള്ളവർ ആൽമണ്ട് ഓയിൽ തന്നെ എടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ലിൻ്റെ ഒരളവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ക്രീം ആ ഒരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടുന്ന രൂപത്തിൽ, അതായത് തിക്കായി വരുന്ന രൂപത്തിന് അത്രയും നിങ്ങൾക്ക് അലോവേര ജെല്ല് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണോ ക്രീമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അലോവേര ഇട്ടിട്ട് ടൈറ്റാക്കി എടുക്കാം. നമ്മൾ അലോവേര ഇതിൽ ഇടുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു ക്രീം ടൈറ്റായി വരും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഷെൽഫ് ലൈഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യണം. പിന്നെ ഈ ഓയിലി 1 2 എല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുക. ഓയിലി സ്കിന്നുള്ളവർ 1 മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആൽമണ്ട് ഓയിൽ മെയിനായിട്ട് ഓയിലി സ്കിന്നുള്ളവർക്കാണ് ഏറ്റവും നല്ലത്. കാരണം അത് അധികം മുഖത്ത് കുരു വരാൻ സാധ്യത ഉണ്ടാക്കില്ല. അതേ സ്ഥാനത്ത് നിങ്ങൾ മറ്റ് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്ക് മുഖത്ത് കുരു വരാനുള്ള സാധ്യത ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 5 ദിവസമെല്ലാം നമുക്ക് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അലോവേര ജെല്ല് ചിലരുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും, പുറത്തുനിന്ന് വാങ്ങാത്ത അലോവേര ജെല്ല്. അത് യൂസ് ചെയ്യാമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഷെൽഫ് ലൈഫ് കിട്ടില്ല കേട്ടോ. ഷെൽഫ് ലൈഫ് കിട്ടണമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിയത് തന്നെ യൂസ് ചെയ്യുക. ഇതേപോലെയുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. ഇനി ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ 2-3 ദിവസം ഇത് പുറത്ത് തന്നെ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. ഇതേപോലെ അടച്ച് സൂക്ഷിക്കുക. രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ മുഖം നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതേപോലെ ഡോട്ടായിട്ട് ഒന്ന്
ഡാബ് ചെയ്ത് കൊടുക്കാം. ഇനി രാവിലെ അങ്ങ് കഴുകിക്കളഞ്ഞാൽ മതി. ദിവസവും ഇങ്ങനെ ചെയ്യാനാണെങ്കിൽ മുഖത്തെ കറുത്ത പാടും കരിവാളിപ്പും എല്ലാം മാറി മുഖം ഈവൺ ആയിട്ടുള്ളൊരു കളറ് വരാനും തിളക്കം വരാനും സഹായിക്കുന്ന നല്ലൊരു നൈറ്റ് ക്രീമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാ നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റിലൂടെ നിങ്ങളുടെ റിസൾട്ട് അറിയിക്കുക. ബാക്കി വരുന്നത് നിങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക എന്നാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിന് ഫ്രിഡ്ജ് ഇല്ലാത്തവർക്ക് പുറത്ത് 2-3 ദിവസം നിൽക്കും കേട്ടോ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.